വിദേശികൾക്കിടയിൽ ഏറെ ചർച്ചയായിരിക്കുന്ന വാർത്തയാണ് ഓപ്പൺ വർക്ക് പെർമിറ്റിൽ മാറ്റം വരുന്നു എന്നുള്ളത്. എന്നാൽ എന്താണ് ഓപ്പൺ വർക്ക് പെർമിറ്റ്? ഇതിൽ എങ്ങനെ അപേക്ഷിക്കാം? ഇതുവഴി വിദേശികൾക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. ഒരു പ്രത്യേക തൊഴിലുടമയുമായി ബന്ധമില്ലാതെ കാനഡയിൽ താമസിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് കാനഡയുടെ ഓപ്പൺ വർക്ക് പെർമിറ്റ് പ്രയോജനമാണ്. 2025 ഓഗസ്റ്റ് മുതൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ എന്താണ് ഓപ്പൺ വർക്ക് പെർമിറ്റ്? നമുക്ക് വിശദമായി നോക്കാം. ഓപ്പൺ വർക്ക് പെർമിറ്റ് വിദേശ പൗരന്മാരെ കാനഡയിൽ മിക്കവാറുമുള്ള എല്ലാ തൊഴിലുടമകൾക്കും കീഴിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. മിക്ക വർക്ക് പെർമിറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി ഇതിനൊരു ജോബ് ഓഫറോ ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റോ ആവശ്യമില്ല. ഇന്ത്യയിൽ നിന്ന് പോകുന്ന വിദഗ്ധ തൊഴിലാളികളുടെയും വിദ്യാർത്ഥികളുടെയും ജീവിത പങ്കാളികൾക്കും അടുത്തിടെ ബിരുദം നേടിയവർക്കും സ്ഥിരതാമസത്തിലേക്ക് മാറുന്നവർക്കും ഈ പ്രോഗ്രാം ഉപയോഗിച്ച് അവിടെ ജോലി ചെയ്യാം. ഒരു ഓപ്പൺ വർക്ക് പെർമിറ്റിന് എങ്ങനെ അപേക്ഷിക്കാം? വിദേശികൾക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റിന് ഓൺലൈൻ വഴി അപേക്ഷിക്കാം. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയുടെ ഒഫീഷ്യൽ പോർട്ടൽ വഴി നിങ്ങൾക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാം. എങ്ങനെയാണ് പോർട്ടൽ ഉപയോഗിച്ച് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. www.canada.ca എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ഒരു IRCC അക്കൗണ്ട് സൃഷ്ടിക്കുക. അതിനുശേഷം അപേക്ഷാ ഫോമുകൾ ഡിജിറ്റലായി പൂരിപ്പിക്കുക. നിങ്ങളുടെ പാസ്പോർട്ട്, നിർബന്ധമാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായുള്ള റിലേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, മറ്റ് ആവശ്യമായ ഫോമുകൾ എന്നിവ ഉൾപ്പെടെയുള്ള അനുബന്ധ രേഖകൾ അപ്ലോഡ് ചെയ്യുക. തുടർന്ന് ഓൺലൈനായി തന്നെ നിങ്ങൾക്കിതിൽ ഫീസും അടയ്ക്കാം. അപേക്ഷ സമർപ്പിക്കാൻ എന്തൊക്കെ രേഖകൾ കയ്യിൽ കരുതണം? ഓപ്പൺ വർക്ക് പെർമിറ്റിന് അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് സാധുവായൊരു പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഡിജിറ്റൽ ഫോട്ടോ, കാനഡയ്ക്കുള്ളിൽ നിന്ന് അപേക്ഷിക്കുകയാണെങ്കിൽ സ്റ്റേറ്റസ് കാണിക്കണം. പങ്കാളിക്ക് വേണ്ടിയാണെങ്കിൽ വിവാഹ സർട്ടിഫിക്കറ്റുകൾ കാണിക്കണം. കൂടാതെ നിങ്ങൾക്ക് മികച്ച ഒരു റെസ്യൂമെ അല്ലെങ്കിൽ CV ഉണ്ടായിരിക്കണം. ഇതിന് ആവശ്യമായ ഫീസുകൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഓപ്പൺ വർക്ക് പെർമിറ്റിന് പ്രോസസ്സിംഗ് ഫീ ആയി $155 നൽകണം. ഓപ്പൺ വർക്ക് പെർമിറ്റിന് ഹോൾഡർ ഫീസായി $100 നൽകണം. ബയോമെട്രിക്സിന് ആവശ്യമാണെങ്കിൽ $85 നൽകണം. സാധാരണയായി ഇത് പ്രോസസ് ചെയ്യാനായി 6 മുതൽ 10 ആഴ്ച വരെ സമയം നേരിടും എന്നാണ് അധികാരികൾ പറയുന്നത്. നിങ്ങളുടെ അപേക്ഷ IRCC അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ ലെറ്റർ ലഭിക്കും. ഇത് നിങ്ങൾ അതിർത്തിയിലുള്ള ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് കൈമാറണം. തുടർന്ന് അദ്ദേഹം യഥാർത്ഥ വർക്ക് പെർമിറ്റ് നിങ്ങൾക്ക് നൽകും. ഇതുപയോഗിച്ച് കാനഡയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജോലി ചെയ്യാം. ഓപ്പൺ വർക്ക് പെർമിറ്റ് വഴി വിദേശികൾക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പുതിയ ഒരു ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ വീണ്ടും അപേക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് പഴയ ജോലി ഉപേക്ഷിച്ച് പുതിയതിലേക്ക് മാറാം. കാനഡയിൽ ഏത് പ്രവിശ്യയിലും പ്രദേശത്തും ജോലി ചെയ്യാൻ നിങ്ങൾക്ക് അനുമതിയുണ്ട്. ഓപ്പൺ വർക്ക് പെർമിറ്റ് വഴി ജോലി നേടിയാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഭാവിയിൽ PR നേടുന്നതിന് സഹായമാകും. ഓപ്പൺ വർക്ക് പെർമിറ്റിലെ മാറ്റങ്ങളും ഇത് ഇന്ത്യക്കാരെ എങ്ങനെ ബാധിക്കുമെന്ന് അറിയുന്നതിനായി കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.